വെടിയുപ്പ് കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ തോക്കിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ശരിക്കും അതിന് ഒരു നന്മയുണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു. പക്ഷെ നമ്മളതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ആറ്റം വിഘടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ ഊർജ്ജദായക ഒരു രീതിയിലേക്ക് അത് മാറുകയാണ്. നമുക്കാവശ്യമായ എല്ലാവിധമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും ഇപ്പം ബോംബെ പോലുള്ള നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള ആണവ നിലയങ്ങൾ ഇല്ലാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം അതിൽ നിന്നാണ് നമ്മൾ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേ ആറ്റം തന്നെയാണ് നമ്മൾ ഒരു നാടിനെയാകെ ഭസ്മീകരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ കയ്യിൽ തന്നെയുള്ള രണ്ടിനും രണ്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഈ ആധ്യാത്മിക ആചാര്യന്മാരാരും പറഞ്ഞിട്ടില്ല പരസ്പരം വൈരമുണ്ടാക്കണം, പരസ്പരം കലഹിക്കണം, ഇത് നിനക്കെതിരാണ്, അത് എനിക്കെതിരാണെന്നുള്ള രീതിയിലല്ല അവർ പറഞ്ഞു വെച്ചത്. നമ്മുടെ ഉപയോഗത്തിലേക്കും നമ്മളുടെ മാനസികാവസ്ഥയ്ക്കും അനുസരിച്ച് നമ്മളതിനെയൊക്കെ മാറ്റിയെടുത്താണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതെന്താണ്? ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത്, നോവിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഉറുമ്പിന് പോലും വേദന ഉണ്ടാക്കുവാൻ പാടില്ല, നോവുണ്ടാക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ വലിയ സംസ്കൃതിയാണ് അദ്ദേഹം സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ഇപ്പം നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മുടെ ചിന്ത അതിനെ അങ്ങനെയാണോ? നമ്മൾ ഉടുപ്പിലും നടപ്പിലും വേഷത്തിലും ഭാഷയിലും നമ്മളുടെ വർത്തമാനത്തിലും ഒക്കെ നമ്മൾ ജാതി തിരിച്ചാണ്. ഇപ്പം ഈ ആധുനിക കാലത്ത് നമ്മൾ പറയും ഒരുപാട് കേരളം വളർന്നു, മലയാളി വളർന്നു. ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, ഇപ്പോഴും നമ്മൾ മുരളീധരൻ തടക്കര എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് എൻ്റെ ജാതി അറിയാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് അടുത്ത ചോദ്യം വരികയാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൽ നിന്നും ജാതി അറിയുന്നില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ പൂർവികമായ ഒരു അന്വേഷണത്തിൽ, അത് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനല്ല, കൃത്യമായി നമ്മൾ എവിടെയാണ് നമ്മുടെ ഉൽപ്പത്തിയിലേക്ക് പോകാൻ വേണ്ടിയും നമ്മുടെ ജാതി തിരിച്ച് നമ്മളെ കാണാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ ആ നിലയിലേക്ക് വളരെ വിദ്യാസമ്പന്നരായ, നമ്മൾ വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന മലയാളി ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ, ഞാൻ പറയും വെറുതെ ഹിപ്പോക്രസിയാണ്. അങ്ങനെയുള്ള ഒരു വലിയ രീതി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതില്ലെന്നൊക്കെ പറയുന്നത് പുറത്തു മാത്രമാണ്. ഇപ്പം വർത്തമാനകാല രാഷ്ട്രീയം സാഹചര്യം പോലും അതിനനുകൂലമല്ലേ? ആ രീതിയിലല്ലേ ചിന്തിക്കുന്നത്. ഇപ്പം ഒരിക്കലും ചേരാതിരിക്കുന്നവർ പരസ്പരം ഇഴുകിച്ചേരുന്നത് നമ്മൾ സമൂഹത്തിൽ കാണുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുമിച്ച് ചേരുന്നു. എന്തിനു വേണ്ടിയാണ്? ഇതിനെല്ലാം വിറ്റ വില ന്യൂനം വാങ്ങിയ വില സമം ലാഭം എന്നുള്ള ഇക്വേഷനാണ് ഈ പറയുന്നവർക്കെല്ലാം. ഇതൊന്നും ഒരു ദേവനും ദേവിയും ഒരാചാര്യനും പറഞ്ഞ കാര്യമല്ല. അവരവർക്ക് വേണ്ടി ഈ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവയെ അവരന് സുഖത്തിനായി വരയണമേ എന്നാണ്. ഇത് അവനവന് തന്നെ സുഖത്തിനായി വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഓരോ ആചാര്യന്മാരെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുകയും അവർ പറഞ്ഞതിനെ മുഴുവൻ വികലമാക്കുകയും അവരെന്തു പറഞ്ഞോ അതിനെതിരാണ് അവരുടെ പിന്മുറക്കാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ ചെയ്യുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യമല്ലേ? ആരുടെയും കാര്യം എടുത്ത് നോക്കൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്കെടുക്കാം. മന്നത്ത് പത്മനാഭൻ്റെ ദർശനങ്ങൾ തന്നെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അതായത് മന്നത്ത് പത്മനാഭൻ എന്താ പറഞ്ഞത്? എൻ്റെ സമുദായം മറ്റൊരു സമുദായത്തിനും സ്പർദ്ധയുണ്ടാക്കുകയോ അവരുടെ വളർച്ചയ്ക്ക് തടസ്സമാവുകയോ അവരുടെ ഒരു നിലയിലുള്ള ഉയർച്ചയ്ക്കും എതിരാകുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് NSSൻ്റെ പ്രതിജ്ഞ. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറഞ്ഞത്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ്. ഇപ്പം നമ്മൾ അങ്ങനെയാണോ? ഇവർ ഈ പറയുന്നവരെല്ലാം തന്നെ ജാതി അന്വേഷിക്കുകയല്ലേ? ജാതി തിരിച്ചല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാതെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ഇപ്പോഴും പുതിയ രൂപത്തിലും ഭാവത്തിലും, പഴയ രൂപത്തിലല്ലെന്നുള്ളേ ഉള്ളൂ, അതിൻ്റെ നൂതനമായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ആചാര്യന്മാർ പറഞ്ഞതിനെ അവിടെ കൊണ്ട് വയ്ക്കുന്നുവെങ്കിലും ഒരാചാര്യനും പറഞ്ഞിട്ടില്ല എന്ന വ്യക്തമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആചാര്യന്മാർക്ക് വേണ്ടിയല്ല എവരാരും നിലകൊള്ളുന്നത്, എവർക്ക് വേണ്ടി തന്നെയാണ്.